സീതാപൂരിൽ നിന്നും ബദരീനാഥ് ലക്ഷ്യമാക്കിയാണ് ഇന്ന് രാവിലത്തെ യാത്ര. 220 കിലോമീറ്ററാണ് ദൂരം. 8 മണിക്കൂറൊക്കെയാണ് ഗൂഗിളിൽ കാണിക്കുന്നതെങ്കിലും 10 മുതൽ 12 മണിക്കൂർ സമയമെടുക്കും. പോകുന്ന വഴിയിൽ ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റിംഗ് സ്റ്റേഷനുകളുണ്ട്. മന്ദാകിനി നദിയുടെ തീരത്താണ്. തീരത്തിലൂടെയാണ് നമ്മുടെ യാത്ര. പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡ് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇത് ഉത്തരാഖണ്ഡിലെ എല്ലാ യാത്രയും, ഈ ഹിമാലയ് മലനിരകളുടെ എല്ലാ യാത്രകളും വളരെ അനുഭവ നിറഞ്ഞതാണ്. ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. സീതാപൂര് മുതൽ ബദരീനാഥ് വരെയുള്ള വഴിയിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ സ്പിൽവേ ആണ്. മന്ദാകിനി നദിക്ക് കുറുകെയാണ് ഈ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉള്ളത്. ഇത് റൺ ത്രൂ ജനറേറ്റിംഗ് സ്റ്റേഷനാണ്. ഒരുപാട് വെള്ളമൊന്നും ശേഖരിച്ച് വയ്ക്കില്ല. കാരണം ജലം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഒരു ലോ ഹെഡായിട്ട് റൺ ത്രൂ ആയിട്ടുള്ള ഹൈഡൽ പവർ സ്റ്റേഷനാണ്. ഇതിന് ഏകദേശം 240 മെഗാവാട്ടാണ് കപ്പാസിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള ചെറിയ ബോർഡുകളൊക്കെ വായിച്ചതെന്ന് മനസ്സിലായത്. കൂടുതൽ വിശദീകരിക്കാനൊന്നുമില്ല. ഈ വഴിയുടെ കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പവർ സ്റ്റേഷനാണ് നേരത്തെ കണ്ടത്. ഒരു കഴിഞ്ഞ 7-8 ദിവസമായിട്ട് ഹിമാലയൻ മലനിരകളിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ആവർത്തന വിരസത തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കർണപ്രയാഗിലാണ്. ഇവിടെ അളകനന്ദ പിണ്ടഗംഗയുമായിട്ട് സംയോജിച്ച് അളകനന്ദയായിട്ട് തന്നെ ഒഴുകുന്നതാണ് ഈ പ്രദേശം. ഇനി നമ്മൾ കാണുന്നതെല്ലാം അളകനന്ദയാണ്. അളകനന്ദ ബദരീനാഥിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ നദികൾ ചേരുന്ന ഭാഗത്തിനെയാണ് പ്രയാഗ് എന്ന് പറയുന്നത്. കുറേ റെക്കോർഡ് ചെയ്തിരുന്നുവെങ്കിലും കുറേ ഭാഗം കട്ട് ചെയ്തതാണ്. ഇത് നന്ദപ്രയാഗാണ്. നന്ദപ്രയാഗിൽ നന്ദാകിനിയും അളകനന്ദയും ചേർന്ന് അളകനന്ദയായിട്ട് ഒഴുകുന്നു. ഈ ഭൂപ്രദേശമാണ് ഈ നന്ദപ്രയാഗ്. ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്കുള്ള യാത്രയിലുടനീളം പച്ച പർവ്വതാനി വിരിച്ച പോലെയുള്ള മലനിരകൾ. ഇതെല്ലാം ഇപ്പോൾ കാണുന്നത് ഗരുഡഗംഗ ക്ഷേത്രമാണ്.
ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ ഇറങ്ങി തൊഴുകയുണ്ടായി. ഇതിൻ്റെ അടുത്ത് ഇതിൻ്റെ സമീപത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഗരുഡഗംഗ. ഇവിടെ നിന്ന് കല്ലുകൾ ശേഖരിക്കുന്നൊരു വിശ്വാസമുണ്ട്. ആ ചെറുകല്ലുകൾ വീട്ടിൽ വെച്ചാൽ പാമ്പിൻ്റെ ശല്യമുണ്ടാകില്ല എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഗരുഡൻ അമൃതകുംഭവുമായി യാത്ര തിരിച്ച സമയത്ത് ഇവിടെ ഒരു നിമിഷം വിശ്രമിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നല്ല തെളിനീരോടെ ഒഴുകുന്ന നദിയാണ് ഗരുഡഗംഗ. ഇവിടെ നിന്ന് വളരെ ഭംഗിയുള്ള ഉരുണ്ട കല്ലുകൾ ലഭ്യമാണ്. നദിയിൽ നിന്ന് എടുക്കാം. ഈ ഗരുഡഗംഗയിൽ നിന്ന് ബദരിനാഥിലേക്കുള്ള ദൂരം 68 കിലോമീറ്റർ ആണെങ്കിലും 3 മുതൽ 4 മണിക്കൂർ വരെ സമയമെടുക്കുമെന്നാണ് പറഞ്ഞത്. കാരണം വലിയ മലനിരകളാണ്, കയറ്റവും ഇറക്കവും വളരെ കൂടുതലാണ്. ഇപ്പോൾ ആകാശത്ത് വളരെ ഭംഗിയുള്ള മേഘപാളിയിലൂടെ വരുന്ന രശ്മികളാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത്. ഇത് ബസ്സിൽ നിന്ന് ചിത്രീകരിച്ചതാണ്, നമ്മുടെ വാനിൽ നിന്ന് ചിത്രീകരിച്ചതാണ്. ആകാശം തന്നെ നമുക്ക് വിസ്മയമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുകയാണ്. ഏറ്റവും അടിയിലായി നദി ഒഴുകുന്നതും കാണാം. വല്ലാത്തൊരു ഭംഗിയാണ്. ഇത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ നമുക്ക് പരിമിതികളുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഇതിലും മനോഹരമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കാൻ കാരണം. ഇവിടെ ചെറു ചെറു ക്ഷേത്രങ്ങളും ഗ്രാമങ്ങളുമുണ്ട്. ഇവിടെയെല്ലാം ജനവാസ കേന്ദ്രങ്ങളാണ്. ഉത്തരാഖണ്ഡിൽ പൊതുവെ ജനവാസ കേന്ദ്രങ്ങൾ വളരെ വിരളമാണ്. ഈ യാത്രയിൽ ഈ ചെങ്കുത്തായ മലനിരകളാണ്, ഒരു അഗാധ ഗർത്തമാണ്. റോഡ് വീതി പൊതുവെ കുറവാണ്. ഒരു പ്രത്യേക അനുഭവമാണ്. ശരിക്കും നമ്മുടെ ആ റോഡിൻ്റെ കാഠിന്യം ചെറുതായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം വീഡിയോ എടുക്കുന്നത്. ഇതന്നെ വ്യക്തമായിട്ട് കാണില്ല ചിത്രത്തിൽ, പക്ഷേ അത്രത്തോളം അപകടം നിറഞ്ഞൊരു ടെറൈനാണ്. വളരെ സാവധാനത്തിലാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. അളകനന്ദിയാണ് നമ്മൾ താഴെ കാണുന്നത്. പടുകൂറ്റൻ മലനിരകളാണ്. ഈ മലകളിൽ നിന്നെല്ലാം ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. കുത്തനെയുള്ള റോഡിൻ്റെ ഒരു ചിത്രീകരണമാണ് എടുക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പകർത്തുക കുറച്ച് വിഷമകരമായ ജോലിയാണ്. ഇപ്പോൾ ഇരുട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മദ്ദിൻ്റെ അതായത് ശങ്കരാചാര്യരുടെ മദ്ദിൻ്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ റോഡ് എൻ്റെ വീതി വളരെ കുറവും താഴത്തൊരു കൊക്ക പോലെയാണ്.
ഇത് ജോഷിമദ്ദിൻ്റെ ആ ഭാഗത്തുള്ള രാത്രി കാഴ്ചകളാണ്. ഏതാണ്ട് 7 മണി കഴിഞ്ഞു. സന്ധ്യ 7-8 മണിയോളമായി. ബ്ലോക്കെല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് നേരമെടുത്ത് 6-6:30 തുടങ്ങിയ യാത്ര 10-12-14 മണിക്കൂറോളം എടുത്താണ് എത്തിയത്. ഇപ്പോൾ നമ്മൾ ബദരീനാഥ് സന്നിധിയിലെത്തിയിരിക്കുകയാണ്. താങ്ക് യു.